വൻതുമ്പ നേരത്തിലും എന്നെ പിരിയോകില്ല. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയോകില്ല. എന്നെ നടത്തുന്നോനെന്നും കൂടുള്ളോൻ സ്നേഹം അഗാധമേ. എന്നെ നടത്തുന്നോനെന്നും കൂടുള്ളോൻ സ്നേഹം അഗാധമേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. മണവാളനും മണവാട്ടിയും ദേവാലയത്തിലേക്ക് പ്രവേശിച്ചായിട്ട് നമുക്ക് സമയം പാലിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കുന്നവർ ഒരു ബെഞ്ചിൽ 2 പേര് വീതം ഇരിക്കത്തക്ക രീതിയിൽ മൊത്തം ഈ ദേവാലയത്തിൻ്റെ അകത്ത് പരമാവധി 50 പേരെ ഉണ്ടാകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു ബെഞ്ചിൽ 2 പേര് വീതം. ഫോട്ടോഗ്രാഫേഴ്സ്, മറ്റുള്ള പ്രവർത്തകർ, അച്ഛന്മാരടക്കം 50 പേരേ ഉള്ളൂ. മണവാളനും മണവാട്ടി ഇപ്പോൾ ഒരു ഗാനം പാടുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കാം. ഒരു പാട്ട് പാടാം കേട്ടോ.
ഒരു ബെഞ്ചിൽ 2 പേര് വീതം പരമാവധി ഇരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ലാതെ ഇരിക്കുന്നവരൊന്ന് മാറിയിരിക്കണ. ബെഞ്ചുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ആവശ്യത്തിനുണ്ട്. ഒരു ബെഞ്ചിൽ 2 പേര് എന്ന് പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഈ ദേവാലയത്തിൻ്റെ അകത്ത് പരമാവധി അച്ഛന്മാരടക്കം 50 പേരെ പാടുള്ളൂ. നമുക്കറിയാം, സംസാരിക്കേണ്ട, ഞാൻ പറയുന്നത് നിങ്ങളങ്ങ് ചെയ്താൽ മതിയാവും. കൂട്ടം കൂടി നിൽക്കുന്നത്, അടുത്ത് നിൽക്കുന്നതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് ആ രീതിയിൽ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് എന്നോടുകൂടെ സഹകാർമ്മികത്വം വഹിക്കുന്ന കൂടൽ യാക്കോബായ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ജിജിൻ്റെ കസിനായിരിക്കുന്ന ബഹുമാനപ്പെട്ട അരുണച്ചനെ ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ കഴിയുന്നിടം വരെ, മണവാളിനും മണവാട്ടി വിവാഹം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നിടം വരെ ദേവാലയത്തിൻ്റെ അകത്ത് ആയിരിക്കുന്നവർ ഇതിൽ നിന്ന് പുറത്തു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇതിൽ സംബന്ധിക്കണം. ഭക്ഷണം കഴിക്കാനൊക്കെ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുന്നവർക്ക് അത് കഴിഞ്ഞു പോകാം. അതുപോലെ വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. അതിലിടയ്ക്ക് പാട്ടുകൾ പാടുന്ന സമയത്ത് നിങ്ങൾക്ക് മൂവ് ചെയ്യാനും പുറകിലൊക്കെ പോയി വീഡിയോ ഷൂട്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരുടെയും സഹകരണം കൃത്യമായിട്ട് പ്രതീക്ഷിക്കുന്നു. ഏകദേശം 1 മണിക്കൂർ ഈ ശുശ്രൂഷ നീണ്ടു നിൽക്കുന്നതാണെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ആദ്യത്തെ ഗാനം ആലപിക്കും. വിവാഹനാളിൽ ഏതനിൽ ധ്വനിച്ച ആ മംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ. ആ മംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ.
ക്രൈസ്തവ ദമ്പതിമാർ തമ്മിൽ ചേരും നേരം, ക്രൈസ്തവ ദമ്പതിമാർ തമ്മിൽ ചേരും നേരം, തൻ കൃപ ചൊരിയും വിശുദ്ധനായേകൻ തൻ കൃപ ചൊരിയും. ദൈവത്തങ്ങൾ കിരീടം വെച്ചങ്ങോ നിൽപ്പാതേ, ദൈവത്തങ്ങൾ കിരീടം വെച്ചങ്ങോ നിൽപ്പാതേ. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നിന്നോടുകൂടിയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധമായി തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരുടെ കൂടെയും മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലന്മാരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും.
خشو وبكل اسبان للمين ആമേൻ. വാനോർഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവായെന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ തൽ സേവകരായി തിരുമുന്നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്ക. രക്ഷകവലങ്കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ പശ്ചമ നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേളിക്കായി തീർന്നാൾ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാന്യൻ വാനോർ ഭൂവാസികൾ വന്നേച്ചാഘോഷിക്കുന്നു. കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടായിരിക്കുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമൊക്കെ എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമാ സഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും ക്ലേശപിശാചുക്കളുടെ അടിമയിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മെശിഹാ തമ്പുരാന് തന്റെ അടിയാരുടെ മോതിരം വാഴുവിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്ന് അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവയും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണപ്പെടുത്തുകയും വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറ്റുകയും ചെയ്തവൻ നീ തന്നെയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനമായ ദാസരാകുന്ന ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായിരിക്കുന്നതിനെ കരുണാപൂർവ്വയാൽ അനുഗ്രഹമായി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികവുള്ളവരും പരിപൂർണമുള്ളവരാക്കി നീ തീർക്കുമാറാകണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെടിപ്പുകളിൽ നിന്നും വെടിപ്പാക്കി തീർന്നതിനും ഉറപ്പുള്ളകളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുമാറാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും വഴിവില്ലാത്തവണ്ണവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിലവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ പ്രകാരേണവരെ നീ അലങ്കരിക്കുമാറാക്കണമേ.
ഇറയന്മാരും മലാകുമാരും ഇടപെടാതെ സന്തോഷിക്കണമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവമായവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സാന്ത്വനപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതിവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും ഇടപെടാ ആസ്വദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ കന്യാവ്രതവും വെടുപ്പുമുള്ള ദേഹികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവിടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ബിംബവുമുള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിലുണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യ നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും ഇവർ കരയേറ്റുമാറാകണമേ. ആമേൻ. മണവാളനും മണവാട്ടിയും തോഴ്മക്കാരിയും ഒഴികെ മറ്റെല്ലാവർക്കും അവിടെ ഇവിടെയായി പ്രാർത്ഥനാപൂർവം ഇരിക്കാവുന്നതാണ്. തൻ്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് ഏക ദൈവത്തിന്റെ നാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. ആയത് പിതാവിൻ്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ കരുണാപൂർവ്വം നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന് ലക്ഷ്യമായ ഈ മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വ് നിന്നിൽ നിന്ന് പ്രാപിക്കുമാറാകട്ടെ. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കൈകളിൽ നിന്ന് പോലെ ബഹുമാനപ്പെട്ട പട്ടക്കാരന്റെ കൈകളിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന് ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും നീ കരേറ്റുകയും ചെയ്യണം. തന്റെ മിശിഹാ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യവിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കയുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണരാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാതെ ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇൻപകരമായ സുൽത്താന പുഷ്പങ്ങളെക്കാൾ വിശേഷ വാസന നൽകുന്ന പരിഭാഗതയിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകാൻ ദൈവം ഇവർക്ക് സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായ നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുടെ കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ.
അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണം വരുന്നതിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഒളിവാം മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോട് ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നിന്നേ ഭാഗ്യം. രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാൽ അവനെ വന്ദിക്കുന്നേ, വിഗ്രഹഭക്തി ചുറ്റിച്ചെന്നേ. വഞ്ചകനാം ദുഷ്ടനോ രക്ഷകനാമീശോയേ സ്തോത്രം. യോഗ്യത തന്നവനൻ ഭാഗ്യം, സ്നാനത്താൽ വിശുദ്ധാത്മന്റെ. ആയുധമെന്നെ ചാർദീതാൻ മാംസം രക്തം മോതിരമായി ഇട്ടു തന്നാൽ വിരലിന്മേൽ മണവാളൻ താൻ സൂര്യനോപ്പം. മണവാട്ടി പകലോട് തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ സകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി ഒന്ന് 30,000 ഒന്ന് 60,000 ഒന്ന് 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബാരാപ്പകൽ നിങ്ങളോടുകൂടെ ഇരുന്ന തിന്മപ്പെട്ടവനിൽ നിന്നും അവന്റെ സൈന്യത്തിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ജിജനും സ്വാമിക്ക് അവിടെ ഇരിക്കാം. തോഴ്മക്കാരിക്കും പുറകിൽ പോയി കുറച്ചു നേരം ഇരിക്കാം. പ്രിയമുള്ളവരെ, പൗരസ്ത്യ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് വിവാഹ നിശ്ചയം ഇവിടെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുകയാണ്. മണവാളിന്റെയും മണവാട്ടിയുടെയും ഭവനക്കാര് ബന്ധുമിത്രാദികൾ ഒരുമിച്ച് ഭവനത്തിൽ കൂടി വന്ന് എടുത്ത തീരുമാനം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള ഈ മോതിരങ്ങളോടുകൂടെ ആ നിശ്ചയം പൂർണ്ണമാക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ വിവാഹ ശുശ്രൂഷകളിലും പറയാറുണ്ട്, പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. അവിടെ മണവാളനും മണവാട്ടിയും തമ്മിൽ മോതിരങ്ങൾ കൈമാറുന്ന ഒരു രീതിയാണുള്ളത്. പരസ്പരമുള്ള ഉടമ്പടിയാണ്. എന്നാൽ ഈ ഉടമ്പടിയിൽ ദൈവം മൂന്നാമനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്ന ദൈവം തമ്പുരാനാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് കാർമികനിലൂടെ മോതിരങ്ങൾ മണവാളിനെയും മണവാട്ടിയുടെയും വിരലുകളിലേക്ക് മാറ്റപ്പെടുമ്പോൾ സ്വർഗം ഈ വിവാഹ നിശ്ചയം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ചും പന്തലിൽ വെച്ചും ഹാളുകളിലൊക്കെ വെച്ചും നടക്കുന്ന വിവാഹത്തിന്റെ ഉറപ്പ് എന്ന് പറയപ്പെടുന്ന ചടങ്ങിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, ചെറുക്കനും പെണ്ണും തമ്മിൽ മോതിരം കൈമാറിക്കൊള്ളട്ടെ. നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ അത് അനുവദിച്ചിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ പാടില്ല എന്ന് അച്ഛന്മാർ പറയാറുണ്ട്. എന്നാൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ഒരു സംതൃപ്തിക്ക് വേണ്ടി എന്തിനാ ഇത് ചെയ്യുന്നതെന്നറിയാതെ മോതിരങ്ങളൊക്കെ കൈമാറുന്ന പതിവുണ്ട്. എന്നാൽ ഇതൊരു സെറിമോണിയൽ റിങ്ങാണ്. ഈ കുദാശയുടെ സമയത്ത് കൈമാറപ്പെട്ട ഈ മോതിരം സ്വർഗത്തിന്റെ ഒരു അധികാരത്തോടുകൂടെ നൽകപ്പെട്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ ഈ ദേവാലയത്തിൽ പ്രവേശിച്ച് വിവാഹത്തിന് സമ്മതമാണെന്ന് ഏറ്റുപറഞ്ഞ് വിവാഹ സമ്മത രജിസ്റ്റർ, അത് ലീഗലായിട്ടുള്ള രജിസ്റ്ററാണ്, അതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞ് ഈ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇനിയുമാണ് യഥാർത്ഥമായിട്ടുള്ള വിവാഹത്തിന്റെ ശുശ്രൂഷ നടക്കുന്നത്. വിവാഹത്തിന്റെ ശുശ്രൂഷയിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നത് കിരീടത്താലാണ്. സ്വർഗത്തിൽ നിന്നുള്ള കിരീടം, സ്വർഗത്തിന്റെ കിരീടം ഏറ്റവും വിലപ്പെട്ടതാണ്. സ്വർഗത്തിന്റെ കിരീടം ക്രൂശിന്റെ കിരീടമാണ്. അത് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ,
ഐക്യത്തിൻ്റെ, ത്യാഗത്തിൻ്റെ കിരീടമാണ്. കർത്താവ് ക്രൂശിൽ വെച്ച് തൻ്റെ ജീവനെ നമുക്കായി നൽകിയതുപോലെ ഈ കിരീടം നിങ്ങളുടെ തലകളിന്മേൽ വയ്ക്കപ്പെടുമ്പോൾ നിങ്ങൾ പരസ്പരം നൽകാനായിട്ടുള്ള ത്യാഗ മനോഭാവം ഉൾക്കൊള്ളണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത് എന്ന് ഒരിക്കൽ കൂടെ പ്രിയ ജിജിനെയും സൗമ്യയും ഞാൻ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 ഭവനങ്ങളിൽ വളർത്തപ്പെട്ട ഈ മക്കൾ അവരുടെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കാം, അവരുടെ അഭിപ്രായങ്ങൾ വളരെയധികം വ്യത്യാസമായിരിക്കാം, അവർ ചിന്തിക്കുന്ന രീതി വ്യത്യാസമായിരിക്കാം. എന്നാൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ നീ ജീവിക്കണം, ഞാൻ പറയുന്നിടത്ത് കാര്യങ്ങൾ നടക്കണം എന്ന് ശടിക്കാതെ മറ്റുള്ള ആളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, കാര്യങ്ങൾ ചെയ്യുമ്പോൾ സഭ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവൻ നിർവഹിക്കാനായിട്ട് സാധിക്കും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് ഏതെങ്കിലും സൂചിപ്പിക്കപ്പെടണമെങ്കിൽ അത് കർത്താവിൻ്റെ വചനം തന്നെയാണ്. വിവാഹ ശുശ്രൂഷ മധ്യേ അല്ലെങ്കിൽ കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷ മധ്യേ കർത്താവിൻ്റെ വചനങ്ങൾ വായിക്കപ്പെടും. ജനങ്ങൾ തുടർന്ന് ഈ സമയത്ത് അടുത്ത ശുശ്രൂഷയിൽ ഇരിക്കുക തന്നെയാണ്. എന്നാൽ സുവിശേഷം വായിക്കുമ്പോൾ, ഏവൻഗേലിയൻ വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. കാരണം കർത്താവ് സംസാരിക്കുന്നു, അത് കേൾക്കാനായിട്ട് സഭ എഴുന്നേറ്റ് ഭക്തിയോടുകൂടെ നിൽക്കുകയാണ്. സുവിശേഷ ഭാഗത്ത് പറയുന്ന ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് കാരണത്താലെങ്കിലും ഈ വിവാഹം വേർപെടുത്താൻ നമുക്ക് ആർക്കുമോ ജിജിനോ സമ്മയ്ക്കോ അനുവാദമില്ല എന്ന് വേദപുസ്തകം പറയുന്നു. ആയതുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഒരുമിച്ച് സന്തോഷകരമായി കുടുംബജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളുടെ കരങ്ങൾ ചേർത്ത് വയ്ക്കപ്പെടുന്ന കാർമ്മികനിലൂടെ ആയിരിക്കണം. ഞാൻ വിവാഹ നിശ്ചയമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മക്കളോടൊക്കെ പറയാറുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സോ വീഡിയോഗ്രാഫേഴ്സോ അല്ല നിങ്ങളെ പരസ്പരം സംയോജിപ്പിക്കേണ്ടത്. അത് പള്ളിയിലെ ശുശ്രൂഷ മധ്യേ ദൈവത്തിൻ്റെ അംഗീകാരത്തോടുകൂടെ കാർമ്മികനാണ് അത് ചെയ്യേണ്ടത്. ഒരാള് ഭാര്യയും ഭർത്താവാകുന്നിടം വരെ മറ്റേ ആളുടെ ശരീരത്തിൽ തൊടാനായിട്ട് പോലും അനുവാദമില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഈ കാലഘട്ടത്തിലെ വൈകൃതങ്ങൾ തിരിച്ചറിയാൻ തക്കവണ്ണം സഭാ മക്കൾക്ക് സാധിക്കണം. കരങ്ങൾ ചേർക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സൗമ്യയുടെ കരം, വലത് കരം പ്രിയപ്പെട്ട ജിജിന്റെ കരത്തിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല കൂടെ ഏൽപ്പിക്കുകയാണ്. ജിജിനോട് ഈ ചുമതല ഈ മകളെയും കൂടെ ഏറ്റെടുക്കാൻ പറയുകയാണ്. അപ്പോൾ സൗമ്യയോട് പറയുകയാണ്, ഇവൻ നിന്റെ ജീവിത പങ്കാളിയാണ്, അവനോട് ഒരുമിച്ച് ഐക്യതയിൽ ജീവിക്കണം. കർത്താവ് തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ ഐക്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നിങ്ങൾ തന്നെ ജീവിച്ചാൽ പോരാ, നിങ്ങളുടെ മാതാപിതാക്കളോടൊത്തും നിങ്ങളുടെ സഹോദരങ്ങളോടൊത്തും കൊച്ചു കൊച്ചു മാനുഷികമായിട്ടുള്ള പരിഗണനകളിൽ ഭിന്നത കാണിക്കാതെ ഐക്യതയിൽ നിലനിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇതൊരു ഫോർടേസ്റ്റ് ആണ്, ഇതൊരു മുൻകുറിയാണ്. ഈ വിവാഹം മണവാളനായ കർത്താവും മണവാട്ടിയായ സഭയും കർത്താവിൻ്റെ വരവെങ്കിൽ ഒരുമിച്ച് ചേരുന്ന മുഹൂർത്തത്തിൻ്റെ ഒരു മുൻകുറിയാണ്. ഓരോ വിവാഹവും ആ വരവിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണെന്ന് കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങാൻ കൂടെയാണ് ദൈവം നിങ്ങളെ ഈ ശുശ്രൂഷയിലൂടെ ഭാര്യ ഭർത്താക്കന്മാരാക്കിയിരിക്കുന്നത്. ആയതിലൂടെ ലോകത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കാൻ തക്കണം സാക്ഷ്യം നിർവഹിപ്പാൻ നിങ്ങൾക്ക് സാധ്യമായി തീരുകയും ചെയ്യണം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മൂലം ഈ മക്കളെ സഹായിക്കട്ടെ എന്ന് കൂടി വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും കണ്ണുകളടച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. യേശു തമ്പുരാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കൈക്കൊള്ളണമേ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കും. മണവാള അന്ത്യനുടയോനേ, കരുണാസാഗരമേ, ആശിഷമരുളണമേ, നവദമ്പതിമാരി കരുണകൾ ചൊരിയണമേ, നവദമ്പതിമാരി കരുണകൾ ചൊരിയണമേ. ഈ നവവല്ലരി മോദം പൂ
നയിക്കണമേ, വീതിയൊരുക്കണമേ, ഇവരെ നയിക്കണമേ. അഴകാമണവാള അൻപിനുടയോനേ, കരുണാസാഗരമേ, ആശിഷമരുളണമേ. നവദമ്പതിമാരി കരുണകൾ ചൊരിയണമേ, നവദമ്പതിമാരി കരുണകൾ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്ക് രണ്ട് ലോകങ്ങളിൽ ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത ആ കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത ആ മണവറയ്ക്കും ഞങ്ങളെ നീ യോഗ്യതയുള്ളതാക്കണമേ. ആ കല്യാണ വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴന്മാരുടെ കൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും അടിയങ്ങൾ കരേറ്റുന്നു. ഹോശു ബബകുലസ്ബാൻ ലവൽ മേ. പൂർവികരായ നമ്മുടെ മാതാപിതാക്കളെ വാഴ്ത്തിയ ദൈവം, അനുഗ്രഹിച്ച ദൈവം ഈ മണവാളിനെയും മണവാട്ടിയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ച് കാർമികൻ കുരിശ് വരച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നൊരു അടയാളമായി മണവാളിനും മണവാട്ടിയും കുരിശ് വരച്ച് വണങ്ങണം. ജനങ്ങൾ ദൈവ കൃപ ചെയ്യണമേ എന്ന് ഏറ്റ് പാടുകയും ചെയ്യണം. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ. ആദം ഹവ്വ എന്നിവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ. അബ്രാം സാറാ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ. സഹഗ്രഫക എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ. യാക്കോബ് റാഹേൽ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ. എസ്രനിൽ യൗസേഫിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ. കർത്താവേ, അന്യോന്യമൊന്നായി തീർന്നിരിക്കുന്ന ഈ നിന്റെ ഇടയാരെ നിന്റെ ദാനങ്ങളുടെ ഈശ്വരത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ അവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും
നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. രാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. ഹാലേലൂയ ഹാലേലൂയ. തവ രക്ഷയിൽ അവനേറ്റം മോദിക്കും. നന്മയിനനുഗ്രഹം മുൻപിടുന്നവനെ നീ ഹാലേലൂയ ഹാലേലൂയ. മാന്യമമുടി തൻ ശിരസിൽ ചൂട്ടുന്നു പാറയ്ക്കുമോ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമൊക്കെ എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തന്റെ മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദനമണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതിയും തന്റെ അടിയാരുടെ കിരീടവാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മൗത്തരിക്കപ്പെടുകയും അത്യുന്നതങ്ങളിൽ അഗ്നിവന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിക്കുകയും ഇളകുകയും അവർണ്ണനീയമായ തൻ്റെ കരുണയാലും അപരിമയമായ തൻ്റെ ദയാലും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമാം തമ്പുരാനെ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ നിന്ന് അടുത്ത് വന്ന് നിന്റെ കരുണയുടെ നിഴലിലും നിന്റെ ദയയുടെ ചിറകിൽ അഭയം പ്രാപിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തേണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിൽ ഉത്തമമായി തിരുവാങ്ങാനിവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തിലേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നിർവ്വനങ്ങളിൽ പൂർണ്ണലരായിരിക്കുവാനും ദേഹദേദികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് നീ കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപ മരണമുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധ പാർശ്വത്തിലേക്ക് എടുത്തുവരുവാനും ശപിക്കപ്പെട്ട സാത്താൻ്റെ ഇടിവിൽ നിന്നും ഓടിയകലുവാനും ഇവരുടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയിലും തീഷ്ണതയിലും നിന്റെ കൽപ്പനയുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങളിൽ തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവരെ ദോഷിക്കുന്നവരും നിന്റെ ദൈവത്തിന് അനുസരണമുള്ളവരുമായി ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ ആനന്ദിപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളതാക്കണമേ. നല്ലവനും മനുഷ്യ സ്നേഹിയുമായ നീയാകയാൽ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ അബുകുലസ്ബാൻ ലവൽ നീ ജാതിയൻ പുത്രി നീയെ സുന്ദരി ബഹുസുന്ദരി ശ്രീമോൻ രാജൻ തിരുസഭയാമിന്നെ വർണ്ണിക്കുന്നു. കട്ടകൾ നേൻ ആദരം പൊഴിക്കുന്നു. അങ്കികൾ സുഗന്ധി നീ
നീസാൻ കുസുമം പോൽ സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതോമേ. മശിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹാലേലൂയ, ഓ ഹാലേലൂയ, ബാറക്കുമോ. പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന്. സ്ലീഹന്മാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എൻ്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പിൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പ്രകാരം ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. മശിഹായും തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നും ഇല്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായും തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. സഹോദരന്മാരെ, നാം വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുടെ വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും എഴുന്നേൽക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടുകൂടെ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവനും വരുമാനിക്കുന്നതുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധാകനികയായ മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശു തമ്പുരാന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ അവൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരം പഠിപ്പിച്ചു. അപ്രകാരം ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്ന് അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ വേഷിപ്പാൻ ന്യായമാകുന്നുവെന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്ന് അരുളി ചെയ്തു എന്നുമുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ജനങ്ങൾക്ക് വീണ്ടും ഇരിക്കാം. തൊഴിൽമക്കാരി എവിടെ നിൽക്കണം? ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന സ്ഥലങ്ങളും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി
മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. നാഥാകാരുണ്യത്താൽ കഹനന്മാർ ശംശാലന്മാർ ദമ്പതികളെയും മുടിയാൽ മണവറയിൽ സന്തോഷിപ്പിക്ക. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. അനുഗ്രഹം നിറഞ്ഞോരു വലം കൈ ഇവർ മേലവസിപ്പിച്ച് ദമ്പതികളെയും ശിരസിൻ മുടിയേയും വാഴ്ത്തിയിടണമേ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കുമാറാകട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. നാഥാകാരുണ്യത്താൽ കഹനന്മാർ ശംശാലന്മാർ ദമ്പതികളെയും മുടിയാൽ മണവറയിൽ സന്തോഷിപ്പിക്ക. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. രക്ഷകനീതിയിൽ മുടിയേ നിങ്ങൾക്കായി മുടങ്ങിയിടട്ടെ. പിതൃപുത്ര വിശുദ്ധാത്മനോ സ്തോത്രം പാടിയിടുവിൻ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി നികരേറ്റുകൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാക. ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിൻ്റെ മണവാൺമ കൊണ്ട് നിങ്ങളുടെ മണവാൺമയെ മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലം കൈ നിങ്ങളുടെ മേൽ വന്ന ആവശ്യ സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്ത് കൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാഖ നിങ്ങളോടുകൂടെ ഇരുന്ന നാഗൽ ക്രിസ്തായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ.
അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കും, നിങ്ങളിൽ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിപ്പാൻ നിങ്ങൾ അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞയും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവൻ്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് പെട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളുടെ മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കാൻ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങളിലും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അതിന് നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനെ നാം സ്വീകരിക്കുകയും ചെയ്യണം. എടുത്തു മാറ്റി. എന്നെ വേൾക്കുവാൻ വന്നവൻ നീ ഇളം കാറ്റത്തു കൊണ്ടുപോക. ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്തനെ എന്നെ വേളിക്കായി നീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ. വിശുദ്ധനാം സത്യമണവാള കരുണ ചെയ്യന്നിൽ ശരണം നീയേ. കുരിശിനാൽ കൊടുത്തൻ ശ്രീധരവും കഷ്ടപ്പാടാൻ സ്വതന്ത്രതയും എൻ മണവറ ഉന്നതത്തിൽ നിൻവകയായി വിളിച്ചെന്നേ നീ. കുരിശിനാൽ കൊടുത്തൻ സീതനവോ കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും എൻ മണവറ ഉന്നതത്തിൽ നിൻവകയായി വിളിച്ചെന്നേ നീ. ദേവാസുതനെ വലങ്കൈ നീട്ടി വാഴ്ത്തിയിടേണമേ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൽ മുടിയേയും നീ. വാഴ്ത്തുക നാഥാ ദമ്പതികളെയും അവരാവർ നാമത്തിൽ നീ. വാഴ്ത്തുക ഇവരിൽ ജീവിതകാലം വെളിവിൽ ലോകേ നീ. നിൻ ജനവും എന്നേക്കും വാഴ്ത്തപ്പെടേണം. വാഴ്ത്തിയിടണമേ ഇഹ പരലോക വാഴ്വാലിവരേ നീ. വാഴ്ത്തിയിടുക നിന്നടിയാർ വായ്കളിൻ സ്തുതിയേ നാദാ നീ. വാഴ്ത്തിയിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായൊരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻഭാഗം നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും
വിശുദ്ധ ഏവൻഗേലിയോന്റെ മുൻപാകെയും ഈ യോഗത്തിന് മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവന് മുൻപാകെ അറിയുന്നതിന് മുൻപാകെ എത്രയും നിൽക്കുന്നതെന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമ്മാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും എന്ന് ആവശ്യിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിലിരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളുടെ എല്ലാവരോടുമാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയയായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാതിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കണം. അവൻ വിശക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർത്തിക്കുമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാം വണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ജിജനും സമയം മുന്നോട്ട് കയറി ടേബിളിനടുത്ത് കയറി വാ. പ്രിയപ്പെട്ട ജിജൻ സൗമ്യ, ഇന്നു മുതൽ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി ഞങ്ങൾ സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്രയും. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടുകളിലിരിക്കുന്നവരെ നിങ്ങൾ സഹായിക്കുന്നവരുമായിരിക്കണം. സഭ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു ഗിഫ്റ്റാണ് തിരുവചനം, ബൈബിള്. രണ്ടുപേരും ഒരുമിച്ച് സ്വീകരിച്ചാട്ടെ. തിരുവചന ധ്യാനത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വേണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ സ്റ്റുവർട്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരു അംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. പ്രകാരം ഉള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ആശീർവാദത്തിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങുമെന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായതിൻ്റെ സിംഹാസനം മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും എവിടെയായിരിക്കാം. ഇപ്പോൾ ഗായക സംഘം മംഗളഗാനം ആലപിക്കുന്നതാണ്. ആ സമയത്ത് രണ്ടുപേർക്കും സ്തോത്രാഴ്ച ഇരു ഭവനങ്ങളിൽ നിന്ന് നൽകണം. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുനിന്ന് ഓരോ സാക്ഷികൾ മുൻപോട്ട് വരികയും രജിസ്റ്ററുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മണവാളിനും മണവാട്ടിയും തിരികെ പോകുമ്പോൾ മാത്രമേ പള്ളിയിലുള്ള ആളുകൾ എഴുന്നേറ്റ് പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ശാന്തമായിരിക്കുകയും ചെയ്യണം. തുടർന്നുള്ള റിസപ്ഷന് തൊട്ടടുത്തുള്ള തട്ടത്ത് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് പള്ളിയുടെ ഹാളിൽ വെച്ചാണ് നടക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന
പോലെയുമീരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. യഹോവ സീയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിനെ സമാധാനം ഉണ്ടാകട്ടെ. ഇസ്രായേലിനെ സമാധാനം ഉണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ.
മേടിച്ച് ജിജിൻ്റെ മമ്മിയെ മേടിക്കും. ആ സൈഡിൽ